ഹലോ സ്റ്റുഡൻസ്, ഇന്ന് യൂണിറ്റ് 1 അപ്രോച്ചസ് ടു അണ്ടർസ്റ്റാൻഡിംഗ് ഓർഗനൈസേഷന്റെ സെക്കൻഡ് പാർട്ടാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ കഴിഞ്ഞ പാർട്ടിൽ നമ്മൾ എന്തൊക്കെ നോക്കി? ഓർഗനൈസേഷൻ എന്താ, അതിന്റെ മീനിങ് എന്താ, ക്യാരക്ടറിസ്റ്റിക്സ് എന്താ, അതുപോലെ തന്നെ ഓർഗനൈസേഷൻ ആസ് സിസ്റ്റം എന്നുള്ള ടോപ്പിക് ഒക്കെ ഡിസ്കസ് ചെയ്തു അല്ലെ. സോ ഇനി നമുക്ക് സെക്കൻഡ് പാർട്ട് ഡിസ്കസ് ചെയ്യാം. സെക്കൻഡ് പാർട്ടിൽ രണ്ട് പ്രധാനപ്പെട്ട ടോപ്പിക്സ് ആണ് വരുന്നത്: അപ്രോച്ചസ് ടു ഓർഗനൈസേഷനും അതുപോലെ തന്നെ 7S മോഡലും. സോ നമുക്ക് ആദ്യം അപ്രോച്ചസ് ടു ഓർഗനൈസേഷൻ നോക്കാം. നെക്സ്റ്റ് ടോപ്പിക് ആണ് അപ്രോച്ചസ് ടു ഓർഗനൈസേഷൻ. സോ ഫസ്റ്റ് അപ്രോച്ചസ് എന്ന് പറയുന്നത് ഓർഗനൈസേഷൻ ആസ് മെഷീൻസ് ആണ്. ഓർഗനൈസേഷൻ ആസ് മെഷീൻസിൽ പറയുന്നത് എന്താന്ന് വെച്ചാൽ, ജർമ്മൻ സോഷ്യോളജിസ്റ്റ് ആയിട്ടുള്ള മാക്സ് വെബർ ഈ മെക്കനൈസേഷനും അതുപോലെ തന്നെ ഓർഗനൈസേഷനും തമ്മിൽ പാരലൽ ആയിട്ടാണ് അത് പ്രവർത്തിക്കുന്നത് എന്ന് കണ്ടുപിടിച്ചു. സോ അദ്ദേഹം റഷ്യൻ ആർമിനെ ബ്യൂറോക്രസി എന്ന് വിളിച്ചതിന് ശേഷം അദ്ദേഹം അതിനെ ആ ഒരു ഐഡിയൽ ടൈപ്പ് അദ്ദേഹം കൊണ്ടുവന്നു. സോ ഓർഗനൈസേഷനും അതുപോലെ തന്നെ മെക്കനൈസേഷനും ഒരുപോലെയാണ്, അല്ലെങ്കിൽ സമാന്തരമായിട്ടാണ്, പാരലൽ ആയിട്ടാണ് പ്രവർത്തിക്കുന്നത് എന്ന് ആര് കണ്ടെത്തി? ഈ ജർമ്മൻ സോഷ്യോളജിസ്റ്റ് ആയിട്ടുള്ള മാക്സ് വെബർ കണ്ടെത്തി. സോ അദ്ദേഹം ഈ റഷ്യൻ ആർമിനെ ബ്യൂറോക്രസി എന്ന് വിളിച്ചതിന് ശേഷം അദ്ദേഹം ഒരു ഐഡിയൽ ടൈപ്പ് പാറ്റേൺ കൊണ്ടുവന്നു. സോ ബ്യൂറോക്രസി എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമ്മളൊരു ഫിക്സഡ് ഡിവിഷൻ ഓഫ് ടാസ്ക്, അതായത് കറക്റ്റ് ആയിട്ട് ടാസ്ക് നമ്മൾ ആൾക്കാർക്ക് ഡിവൈഡ് ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ നല്ല രീതിയിലൊരു ഹൈറാർക്കിക്കൽ സൂപ്പർവിഷൻ, അതായത് കറക്റ്റ് ആരെയാണ് ആദ്യം സൂപ്പർവൈസ് ചെയ്യേണ്ടത്, പിന്നെ അടുത്തത്, അങ്ങനെ ഒരു ഹൈറാർക്കിക്കൽ മോഡലില് ഒരു സൂപ്പർവിഷൻ കൊണ്ടുവരിക. അതുപോലെ തന്നെ ഡീറ്റെയിൽ ആയിട്ടുള്ള റൂൾസും റെഗുലേഷൻസും ഒക്കെ കൊണ്ടുവന്നതിലൂടെ നമുക്ക് കിട്ടിയിട്ടുള്ള പ്രസിഷൻ, കൃത്യത, അതുപോലെ തന്നെ സ്പീഡ്, ക്ലാരിറ്റി, റെഗുലാരിറ്റി ആൻഡ് എഫിഷ്യൻസി, ഇതിനൊക്കെ ഊന്നി പറയുന്ന ഒരു ഫോം ഓഫ് ഓർഗനൈസേഷനെയാണ് നമ്മൾ എന്തെന്ന് പറയാ? ബ്യൂറോക്രസി എന്ന് പറയുന്നത്. സോ ഇപ്പോ കറക്റ്റ് ആയിട്ടുള്ള ഡിവിഷൻ ഓഫ് ടാസ്കിലൂടെ, അതുപോലെ തന്നെ ഹൈറാർക്കൽ സൂപ്പർവിഷനിലൂടെ, ഡീറ്റെയിൽഡ് ആയിട്ടുള്ള റൂൾസ് ആൻഡ് റെഗുലേഷൻസിലൂടെയൊക്കെ നേടിയിട്ടുള്ള പ്രസിഷൻ, കൃത്യത, സ്പീഡ്, ക്ലാരിറ്റി, റെഗുലേറ്ററി ആൻഡ് എഫിഷ്യൻസി എന്നിവയൊക്കെ ഊന്നി പറയുന്ന, എംബസൈസ് ചെയ്യുന്ന ഒരു ഓർഗനൈസേഷന്റെ രൂപത്തെ, ഒരു ഫോം ഓഫ് ഓർഗനൈസേഷൻ ആണ് നമ്മുടെ ബ്യൂറോക്രസി എന്ന് പറയുന്നത്. സോ ഇദ്ദേഹം പറയുന്നത് എന്താന്ന് വെച്ചാൽ, ഇപ്പോ നമ്മൾ എങ്ങനെയാണ് ഒരു മെഷീനിൽ എങ്ങനെയാണ് ഒരു പ്രൊഡക്ഷന്റെ പ്രവർത്തനം നടക്കുന്നത്, അതുപോലത്തെയാണ് ഒരു ബ്യൂറോക്രാറ്റിക് ഫോമിൽ, ഈ ഒരു ബ്യൂറോക്രാറ്റിക് ഫോമില് നമ്മൾ ആ ഒരു അഡ്മിനിസ്ട്രേഷൻ പ്രോസസ്സ് നടക്കുന്നത് എന്ന്. അതായത് മെഷീൻസിൽ നടക്കുന്ന പ്രൊഡക്ഷൻ നമ്മൾ ബ്യൂറോക്രസിയുടെ ആ പാറ്റേണിൽ നടക്കുന്ന ആ ഒരു അഡ്മിനിസ്ട്രേഷന്റെ പ്രോസസ്സും എന്താണ്? തുല്യാണ്, അത് ഒരുപോലെയാണ് എന്നാണ് ജർമ്മൻ സോഷ്യോളജിസ്റ്റ് ആയിട്ടുള്ള മാക്സ് വെബർ കൊണ്ടുവന്നിട്ടുള്ളത്. സോ അതാണ് ഓർഗനൈസേഷൻ ആസ് മെഷീൻസിൽ പറയുന്നത്. നെക്സ്റ്റ്, ഈ മെക്കാനിസ്റ്റിക് അപ്രോച്ചസ് ടു ഓർഗനൈസേഷൻ വർക്ക് വെൽ ഓൺലി അണ്ടർ ദി ഫോളോവിങ് കണ്ടീഷൻ. ഈ ഒരു മെക്കാനിസ്റ്റിക് അപ്രോച്ച് നമ്മൾ പറഞ്ഞിട്ടുള്ള ഓർഗനൈസേഷൻ ആസ് മെഷീൻസ് പറഞ്ഞിട്ടുള്ള ആ ഒരു മെക്കാനിസ്റ്റിക് അപ്രോച്ച് കുറച്ച് കണ്ടീഷൻസിന്റെ അണ്ടറിൽ മാത്രമേ ഒരു ഓർഗനൈസേഷനിൽ നല്ല രീതിയിൽ വർക്ക് ചെയ്യാൻ പറ്റൂ. അപ്പൊ കണ്ടീഷൻസ് ആണ് നോക്കാം. ഫസ്റ്റ് കണ്ടീഷൻ എന്ന് പറയുന്നത് അവിടെ എന്തുണ്ടായിരിക്കണം? ഒരു സ്ട്രൈറ്റ് ഫോർവേഡ് ടാസ്ക് ടു പെർഫോം, അതായത് പെർഫോം ചെയ്യാനുള്ള ഒരു സ്ട്രൈറ്റ് ഫോർവേഡ് ആയിട്ടുള്ള ഒരു ടാസ്ക് ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ അവിടുത്തെ എൻവയോൺമെന്റ് എന്തായിരിക്കണം? സ്റ്റേബിൾ ആയിരിക്കണം. നമുക്ക് പ്രൊഡക്ട്സ് ഒക്കെ നല്ല രീതിയിൽ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുള്ള ഒരു സ്റ്റേബിൾ എൻവയോൺമെന്റ് ആയിരിക്കണം. ആ ഒരു സ്റ്റേബിൾ എൻവയോൺമെന്റിലൂടെ നമ്മൾ പ്രൊഡക്ട്സ് പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ആ കിട്ടുന്ന പ്രൊഡക്ട്സ് എന്തായിരിക്കും? നല്ല എഫിഷ്യന്റ് ആയിട്ടുള്ള, അല്ലെങ്കിൽ നല്ലൊരു കൃത്യമായിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആയിരിക്കും. അതുപോലെ തന്നെ നെക്സ്റ്റ് കണ്ടീഷൻ എന്ന് പറയുന്നത്, ഇപ്പൊ ഒരാൾ ആഗ്രഹിക്കുകയാണ് ഉണ്ടാക്കിയ പ്രൊഡക്റ്റ് തന്നെ വീണ്ടും വീണ്ടും ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരാൾ ആഗ്രഹിക്കുക. അത്തരത്തിലുള്ള ഒരു എന്താ പറയാ പെരുമാറ്റം നമുക്ക് എന്ത് ചെയ്യും? ഇനിയും നല്ല ഓർഗനൈസേഷന് മുന്നോട്ട് നല്ല രീതിയിൽ നടത്തിക്കൊണ്ടുപോകാനൊക്കെ സാധിക്കും അല്ലെ. അതാണ് നെക്സ്റ്റ് കണ്ടീഷനിൽ പറയുന്നത്. പിന്നെ പറയുന്നത് എന്താന്ന് വെച്ചാൽ, പ്രെസിഷൻ എന്ന് പറയുന്നത് പ്രീമിയം ലെവലിലായിരിക്കണം എന്നാണ് പറയുന്നത്. ദെൻ ലാസ്റ്റ് കണ്ടീഷൻ എന്ന് പറയുന്നത്, വെൻ ദ ഹ്യൂമൻ മെഷീൻ പാർട്സ് ആർ കംപ്ലൈന്റ് ആൻഡ് ബിഹേവ് ആസ് ദേ ഹാവ് ബീൻ ഡിസൈഡ് ടു ഡു. ഹ്യൂമൻ മെഷീൻ പാർട്സ് ഒക്കെ എന്താണ്? നല്ല അനുസരണമുള്ളതും, അതുപോലെ തന്നെ അതെങ്ങനെയാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്, അതുപോലെയാണ് അത് ബിഹേവ് ചെയ്യുന്നത് എന്നാണ് പറയുന്നത്. സോ ഇത്രയും കണ്ടീഷൻസിന്റെ അണ്ടറിലാണ് ഒരു മെക്കാനിസ്റ്റിക് അപ്രോച്ച് ഒരു ഓർഗനൈസേഷനിൽ നല്ല രീതിയിൽ പ്രവർത്തിപ്പിക്കാൻ പറ്റുള്ളൂ.
നെക്സ്റ്റ് ഇനി നമുക്ക് ഇതിന്റെ ലിമിറ്റേഷൻസ് നോക്കാം. ഈ ഒരു അപ്രോച്ചിന്, ഈ ഒരു മെക്കാനിസ്റ്റിക് അപ്രോച്ചസ് ടു ഓർഗനൈസേഷനിലെ ഫസ്റ്റ് അപ്രോച്ച് ആണ് മെക്കാനിസ്റ്റിക് അപ്രോച്ച് അഥവാ ഓർഗനൈസേഷൻ മെഷീൻസ് എന്നുള്ളത്. സോ അതിന്റെ ലിമിറ്റേഷൻസ് ഉണ്ടാവില്ലേ? എന്തൊക്കെ ലിമിറ്റേഷൻസ് ആണ് ഉള്ളത് നോക്കാം. ഫസ്റ്റ് ലിമിറ്റേഷൻ എന്ന് പറയുന്നത് ഇപ്പൊ നമ്മുടെ എൻവയോൺമെന്റ് ഒക്കെ ഇങ്ങനെ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുക അല്ലേ? സോ ഇങ്ങനെ ചേഞ്ച് ചെയ്യുന്ന ഈ ഒരു സിറ്റുവേഷനിൽ ചിലപ്പോൾ ഈ ഒരു ഫോം പെട്ടെന്ന് അഡാപ്റ്റ് ചെയ്യാനെന്നുള്ള ഒരു കപ്പാസിറ്റി അല്ലെങ്കിൽ ഒരു കഴിവ് ആർക്ക് ഉണ്ടായിരിക്കണം എന്നില്ല, ആ ഒരു ഓർഗനൈസേഷൻ ഉണ്ടായിരിക്കില്ല. അതാണ് ക്യാൻ ക്രിയേറ്റ് ഓർഗനൈസേഷണൽ ഫോംസ് ദാറ്റ് ഹാവ് ഗ്രേറ്റ് ഇമ്പീഡിയന്റ് ഇൻ അഡാപ്റ്റിംഗ് ടു ചേഞ്ചിങ് സർക്യൂംസ്റ്റൻസ്. അതായത് ഇങ്ങനെ ഓരോ സർക്യൂംസ്റ്റൻസ് ചേഞ്ച് ചെയ്യുന്നതിനനുസരിച്ച് അതൊരു അഡാപ്റ്റ് ചെയ്യാനുള്ള ഒരു കഴിവ് അല്ലെങ്കിൽ ഒരു കഴിവ് ആർക്കുണ്ടായിരിക്കില്ല, ആ ഒരു ഓർഗനൈസേഷണൽ ഫോംസിന് ഉണ്ടായിരിക്കണം എന്നില്ല. അതുപോലെ തന്നെ ഇത് എന്തിനൊക്കെ കാരണമാവും? മൈൻഡ്ലെസ് ആൻഡ് ഓട്ടോമാറ്റിക് ബ്യൂറോക്രസിക്ക് വരെ ഈ ഒരു അപ്രോച്ച് കാരണമാകാം. അതുപോലെ തന്നെ ഇപ്പൊ നമ്മൾ കൂടുതലായിട്ടും നോക്കുന്നത് ഇപ്പൊ ഓർഗനൈസേഷന്റെ എയിം ആവില്ല നമ്മൾ ചിലപ്പോൾ ഈ ഒരു ഓർഗനൈസേഷനിൽ നോക്കുക, അവിടെ വർക്ക് ചെയ്യുന്ന എംപ്ലോയീസിന്റെ അവരുടെ ആ ഒരു താല്പര്യങ്ങൾ അച്ചീവ് ചെയ്യുക, അതിനായിരിക്കും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുക. നമ്മുടെ ഓർഗനൈസേഷൻ എന്ത് ലക്ഷ്യത്തിനാണ് നമ്മൾ ആ ഒരു ഓർഗനൈസേഷൻ ഫോം ചെയ്തിട്ടുള്ളത് ഇതിനായിരിക്കില്ല നമ്മൾ ചിലപ്പോൾ മുൻഗണന കൊടുത്തിട്ടുണ്ടായിരിക്കുക. ആ ഒരു ഓർഗനൈസേഷനിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് അവർക്കായിരിക്കും ഏറ്റവും കൂടുതൽ ചിലപ്പോൾ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ടാവും അല്ലെ? സോ അങ്ങനെ വരുമ്പോൾ നമ്മൾ ഓർഗനൈസേഷന്റെ ഗോൾസ് അച്ചീവ് ചെയ്യാൻ പറ്റാത്ത അല്ലെങ്കിൽ കുറെ അധികം പ്രശ്നങ്ങൾക്ക് കാരണമാകുമെന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ ഇപ്പൊ ഈ മെക്കാനിസ്റ്റിക് അപ്രോച്ച് എന്ന് പറയുന്നത് ഇപ്പൊ നമ്മളെ ഓർഗനൈസേഷനിലെ ഹൈറാർക്കിയിൽ ലോവർ ലെവലിൽ വരുന്ന എംപ്ലോയീസിനൊക്കെ ചിലപ്പോൾ ചില പ്രശ്നങ്ങളൊക്കെ ക്രിയേറ്റ് ചെയ്യാൻ കാരണമാകുമെന്നാണ് പറയുന്നത്. സോ ഇത്രയും ലിമിറ്റേഷൻസ് ആണ് എന്തിനു വരുന്നത്? മെക്കാനിസ്റ്റിക് അപ്രോച്ചിന് വരുന്നത്. ഇനി നമുക്ക് നെക്സ്റ്റ് ടോപ്പിക് നോക്കാം. രണ്ടാമത്തെ അപ്രോച്ച് ആണ് ഓർഗനൈസേഷൻസ് ആസ് ഓർഗാനിസംസ് എന്ന് പറയുന്നത്. ഇവിടെ പറയുന്നത് എന്താന്ന് വെച്ചാല് ഓർഗാനിക് ഫംഗ്ഷനിങ്, അതുപോലെ തന്നെ എൻവയോൺമെന്റിനോടുള്ള റിലേഷൻ, സ്പീസീസിനോടുള്ള റിലേഷൻ, വൈഡർ എക്കോളജി, ഇങ്ങനെയുള്ള കുറെ അധികം കാര്യങ്ങൾ വെച്ചിട്ട് ഓർഗനൈസേഷനെയും അതുപോലെ തന്നെ ഓർഗാനിസംസിനെയും ഈ ജീവജാലങ്ങളെയൊക്കെ മോർഗൻ പാരലൈസ് ചെയ്തിട്ടുണ്ട്. അതായത് അത് തമ്മിലൊരു റിലേഷൻ ഉണ്ട് എന്നാണ് മോർഗൻ പറഞ്ഞിട്ടുള്ളത്. ഈ ഓർഗാനിസം, ഈ ജീവജാലങ്ങൾ എന്ന് പറയുന്നത് ചിലപ്പോൾ നമ്മുടെ ഓർഗനൈസേഷനിലെ മനുഷ്യരെയും അതുപോലെ തന്നെ ആ ഒരു എൻവയോൺമെന്റിനൊക്കെ സൂചിപ്പിക്കുന്നത്. സോ ഈ ഓർഗാനിസം മെറ്റഫർ ഫോക്കസ് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അതിൽ വരുന്നതാണ് ഓർഗനൈസേഷൻ എന്ന് പറയുന്നത് ഒരു ഓപ്പൺ സിസ്റ്റം ആണ്. അതുപോലെ തന്നെ ദ പ്രോസസ് ഓഫ് അഡാപ്റ്റിംഗ് ഓർഗനൈസേഷൻ ടു എൻവയോൺമെന്റിനോട് നമ്മൾ ഓർഗനൈസേഷനെ അഡാപ്റ്റ് ചെയ്യാനുള്ള ഒരു പ്രോസസ്സ്, ഓർഗനൈസേഷണൽ ലൈഫ് സൈക്കിൾസ്, അതുപോലെ തന്നെ ഓർഗനൈസേഷണൽ ഹെൽത്ത് ആൻഡ് ഡെവലപ്മെന്റിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടേഴ്സ്, ഡിഫറെന്റ് സ്പെസീസ് ഓഫ് ഓർഗനൈസേഷൻസ് ആൻഡ് ദ റിലേഷൻ ബിറ്റ്വീൻ സ്പെസീസ് ആൻഡ് ദയർ എക്കോളജി. സോ ഇത്രയും കാര്യങ്ങളാണ് ഓർഗനൈസേഷൻസ് ആസ് ഓർഗാനിസംസിൽ വരുന്നത്. നെക്സ്റ്റ് അപ്രോച്ച് ആണ് ഓർഗനൈസേഷൻ ആസ് ബ്രെയിൻസ് എന്ന് പറയുന്നത്. 1940-ലും 1950-കളിലും നോബൽ പ്രൈസ് വിന്നർ ആയിട്ടുള്ള ഹെർബർട്ട് സൈമണും അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ കൊളീഗ്സും, ഇപ്പൊ ജെയിംസ് മാർച്ച് പോലുള്ള അദ്ദേഹത്തിന്റെ കൊളീഗ്സും കൂടി ചേർന്നിട്ട് കൊണ്ടുവന്നിട്ടുള്ള ഒരു അപ്രോച്ച് ആണ് ഈ ഓർഗനൈസേഷൻസ് ആസ് ബ്രെയിൻസ് എന്ന് പറയുന്നത്. സോ ഇതിനെ വിളിക്കുന്നത്, ഈ ഒരു അപ്രോച്ചിനെ വിളിക്കുന്നത് ദ ഡിസിഷൻ മേക്കിംഗ് അപ്രോച്ച് എന്നാണ് വിളിക്കുന്നത്. സോ ഇവിടെ എന്താണ് പറയുന്നതെന്ന് വെച്ചാൽ നമ്മൾ ഹ്യൂമൻ ഡിസിഷൻ മേക്കിങ്ങും അതുപോലെ തന്നെ ഓർഗനൈസേഷണൽ ഡിസിഷൻ മേക്കിങ്ങും തമ്മിൽ റിലേഷൻ ഉണ്ട്, അത് തമ്മിൽ പാരലൽ ആയിട്ടാണ് പ്രവർത്തിക്കുന്നത് എന്നാണ് പറയുന്നത്. പക്ഷെ സൈമൺ പറയുന്നത് എന്താന്ന് വെച്ചാൽ ഓർഗനൈസേഷന് ഒരിക്കലും എന്തിന് കഴിയില്ല, പെർഫെക്റ്റ്ലി റേഷണൽ ആവാൻ കഴിയില്ല എന്നാ പറയുന്നത്. കാരണം അവിടുത്തെ മെമ്പേഴ്സിനൊക്കെ എന്താണ്, ലിമിറ്റഡ് ഇൻഫർമേഷൻ പ്രോസസിംഗ് എബിലിറ്റി ഉള്ളൂ. അതുകൊണ്ട് തന്നെ ഒരിക്കലും ഒരു ഓർഗനൈസേഷന് പെർഫെക്റ്റ്ലി റേഷണൽ ആവാൻ പറ്റില്ല എന്നാണ് പറയുന്നത്. സോ അതാണ് ഓർഗനൈസേഷൻ ആസ് ബ്രെയിൻസിൽ പറയുന്നത്. അപ്പോ ഇപ്പൊ ആളുകൾ എങ്ങനെ ആർഗ്യൂ ചെയ്യുന്നതെന്ന് വെച്ചാൽ 3 കാര്യങ്ങളുടെ ബേസിസിലായിരിക്കും. ഒന്നെങ്കിൽ അതിനെക്കുറിച്ച് ഡീപ്പ് ആയിട്ടുള്ള നോളേജ് ഉണ്ടായിരിക്കും, അത്രത്തോളം ഒരു നോളേജ് ഉണ്ടായിരിക്കും, അതിന്റെ കോൺസിക്വൻസിനെ കുറിച്ചിട്ടുള്ള അറിവുകൾ ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ ഒരു ഗിവൺ ഡിസിഷൻ, ഒരു കാര്യത്തെക്കുറിച്ച് ഇപ്പൊ കുറച്ച് ലിമിറ്റഡ് നമ്പർ ഓഫ് ആൾട്ടർനേറ്റീവ്സ് മാത്രമേ നമുക്ക് എക്സ്പ്ലോർ ചെയ്യാൻ സാധിക്കുള്ളൂ. അതുപോലെ തന്നെ ചിലപ്പോൾ അതിന് എനേബിൾ ടു അറ്റാച്ച് അക്യുറേറ്റ് വാല്യൂ ടു ഔട്ട്കംസ്, ചിലപ്പോൾ നമ്മുടെ ഔട്ട്കംസിനോട് ചിലപ്പോൾ അറ്റാച്ച് ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി കിട്ടായ്മയൊക്കെ ഈ ഒരു കാര്യത്തിൽ ഉണ്ടാവുക. സൈമൺ പറയുന്നത് എന്താന്ന് വെച്ചാൽ, സൈമൺ ചാലഞ്ചഡ് ദ അസംഷൻ മെയ്ഡ് ഇൻ എക്കണോമിക്സ് അബൌട്ട് ദി ഒപ്റ്റിമൈസിംഗ് ബിഹേവിയർ ഓഫ്
ഇൻഡിവിജ്വൽ സൈമൺ ചാലഞ്ച് ചെയ്തിട്ടുള്ളത് സൈമൺ അദ്ദേഹത്തിന്റെ എക്കണോമിക്സിലെ എസംഷൻസിന്റെ ബേസിൽ അദ്ദേഹം ചാലഞ്ച് ചെയ്തിട്ടുള്ളത് ഈ ഇൻഡിവിജ്വൽസിന്റെ ഒപ്റ്റിമൈസിങ് ബിഹേവിയർ ആണ്. സോ ഇത്രയും കാര്യങ്ങളാണ് ഓർഗനൈസേഷൻ ആസ് ബ്രെയിൻസിൽ വരുന്നത്. അതിന് ഡിസിഷൻ മേക്കിംഗ് അപ്രോച്ച് എന്നാണ് പറയുക. നെക്സ്റ്റ് അപ്രോച്ച് ആണ് ഓർഗനൈസേഷൻസ് ആസ് കൾച്ചേഴ്സ് എന്ന് പറയുന്നത്. ഓർഗനൈസേഷനെ നമ്മൾ എന്താണ് പറയാ, മിനി സൊസൈറ്റീസ് എന്നാ പറയാ. സോ അതിനെന്തുണ്ട്, അതിൻ്റെതായിട്ടുള്ള ഒരു കൾച്ചറും സബ് കൾച്ചേഴ്സും ഒക്കെ ഉണ്ട്. സോ അതുകൊണ്ട് തന്നെ അതിന് നമ്മൾ എന്താണ്, ഓർഗനൈസേഷനെ ഒരു മിനി സൊസൈറ്റീസ് എന്നാണ് പറയാ. ഈ അപ്രോച്ചിനെ നമ്മൾ ഈ ഒരു ഓർഗനൈസേഷൻ ആസ് കൾച്ചേഴ്സ് എന്ന് പറയുന്ന ഒരു അപ്രോച്ചിനെ നമ്മൾ വിളിക്കുന്നത് ഇൻസ്റ്റിറ്റ്യൂഷണൽ തിയറി എന്നാണ് വിളിക്കുക. ഇത് നമ്മുടെ ഓർഗനൈസേഷനും അതുപോലെ തന്നെ സോഷ്യൽ കോണ്ടെക്സ്റ്റും തമ്മിലുള്ള റിലേഷൻഷിപ്പ്, അത് തമ്മിലുള്ള ലിങ്ക് നോക്കിയിട്ടാണ് ഈ ഒരു തിയറി ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. ഇവിടെ പറയുന്നത് എന്താന്ന് വെച്ചാൽ ഇത് തമ്മിൽ ഈ ഓർഗനൈസേഷനും അതുപോലെ തന്നെ സൊസൈറ്റിയും തമ്മിൽ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്, അതിന്റെ ഒരു റിലേഷൻ ആണ് ഇവിടെ കാണിക്കുന്നത്. സോ ഇത് നമുക്ക് ഇപ്പോൾ ഓർഗനൈസേഷന്റെ ഷെയർഡ് സിസ്റ്റം ഓഫ് മീനിങ്സ്, വാല്യൂസ്, ഐഡിയോളജീസ്, ബിലീഫ്സ്, നോംസ്, അതുപോലെ തന്നെ മറ്റുള്ള സോഷ്യൽ പ്രാക്ടീസസ് ഒക്കെ നമുക്ക് കാണിച്ചു തരാൻ ഈ ഒരു അപ്രോച്ച് സഹായിക്കുന്നതാണ് പറയുന്നത്. സോ അതാണ് ഓർഗനൈസേഷൻ ആസ് കൾച്ചേഴ്സിൽ പറയുന്നത്. ഇവിടെ നമ്മുടെ സൊസൈറ്റി അതുപോലെ തന്നെ ഓർഗനൈസേഷൻ, സോഷ്യൽ കോണ്ടെക്സ്റ്റും അതുപോലെ തന്നെ ഓർഗനൈസേഷനും തമ്മിലുള്ള ആ ഒരു റിലേഷൻ ആണ് ഈ ഒരു ഓർഗനൈസേഷൻ ആസ് കൾച്ചേഴ്സിൽ പറയുന്നത്. നെക്സ്റ്റ് അപ്രോച്ച് ആണ് ഓർഗനൈസേഷൻ ആസ് പൊളിറ്റിക്കൽ സിസ്റ്റം എന്ന് പറയുന്നത്. സോ ഒരാളുടെ ഇപ്പോ ഇൻഡിവിജ്വലും ഓർഗനൈസേഷനും തമ്മിലുള്ള റിലേഷൻഷിപ്പിന് പോലെ തന്നെയാണ് ഒരു ഇൻഡിവിജ്വലും അതുപോലെ തന്നെ അതിന്റെ സൊസൈറ്റിയോടുള്ള റിലേഷൻ എന്നാണ് ഇവിടെ പറയുന്നത്. അതായത് organization can be understood as many states where the relationship between individual and society parallel by the relationship between individual and the organization. അതായത് ഒരു ഇൻഡിവിജ്വൽ ഓർഗനൈസേഷനും തമ്മിലുള്ള റിലേഷൻഷിപ്പ് എങ്ങനെയാണോ അതുപോലെ തന്നെയാണ് ഒരു ഇൻഡിവിജ്വലും സൊസൈറ്റിയും തമ്മിലുള്ള ഒരു റിലേഷൻ ഉണ്ടായിരിക്കുന്നത്. അത് സമാന്തരമായിട്ടാണ്, പാരലൽ ആയിട്ടാണ് നിലനിൽക്കുന്നത് എന്നാണ് ഇവിടെ ഈ ഒരു ഓർഗനൈസേഷൻ ആസ് പൊളിറ്റിക്കൽ സിസ്റ്റത്തിൽ പറയുന്നത്. ഓർഗനൈസേഷനെ നമ്മൾ മിനി സ്റ്റേറ്റ്സ് ആക്കി കൺസിഡർ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ മനസ്സിലാക്കുമ്പോൾ ഈ ഇൻഡിവിജ്വലും സൊസൈറ്റിയും തമ്മിലുള്ള റിലേഷനും ഇൻഡിവിജ്വലും ഓർഗനൈസേഷനും തമ്മിലുള്ള റിലേഷനും എന്താണ്, പാരലൽ ആണ് എന്നാണ് പറയുന്നത്. സോ there are three frames of references that are quite relevant for understanding organization as political system. നമ്മൾ ഓർഗനൈസേഷനെ ഒരു പൊളിറ്റിക്കൽ സിസ്റ്റം ആയിട്ട് മനസ്സിലാക്കണമെങ്കിൽ 3 കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കണം. ആ 3 കാര്യങ്ങളാണ് പറയുന്നത്. ഫസ്റ്റ് പ്ലൂറലിസ്റ്റ് ഫ്രെയിം ആണ്. അതിൽ പറയുന്നത് ഈ നാച്ചർ ഓഫ് ഇൻട്രസ്റ്റ്, കോൺഫ്ലിക്റ്റ്, സോഴ്സ് ഓഫ് പവർ, അതൊക്കെയാണ് ഈ പ്ലൂറലിസ്റ്റ് ഫ്രെയിമിൽ പറയുന്നത്. രണ്ടാമത്തെയാണ് യൂണിറ്ററി ഫ്രെയിം. അതിൽ എന്താ പറയുന്നതെന്ന് വെച്ചാൽ നമ്മളെ ഇൻഡിവിജ്വൽസിന്റെ അതുപോലെ തന്നെ സൊസൈറ്റിയുടെ ഇൻട്രസ്റ്റ് സിനോണിമസ് ആണ് എന്നാണ് പറയുന്നത്. മൂന്നാമത്തെ ഫോം ആണ് റാഡിക്കൽ ഫ്രെയിം. ഇവിടെ പറയുന്നത് എന്താന്ന് വെച്ചാൽ ഈ വിരോധാഭാസമായിട്ടുള്ള കുറച്ചധികം ആൾക്കാരുണ്ടാവില്ല, ആ ഒരു ക്ലാസിന്റെ ഇൻട്രസ്റ്റ് ആണ് റാഡിക്കൽ ഫ്രെയിമിൽ പറയുന്നത്. സോ ഇത്രയും കാര്യങ്ങളാണ് ഓർഗനൈസേഷൻ ആസ് പൊളിറ്റിക്കൽ സിസ്റ്റത്തിൽ വരുന്നത്. നെക്സ്റ്റ് അപ്രോച്ച് ആണ് ഓർഗനൈസേഷൻസ് ആസ് സൈക്കിക് പ്രിസൻസ് എന്ന് പറയുന്നത്. ഓർഗനൈസേഷൻ ആസ് സൈക്കിക് പ്രിസൻസിൽ പറയുന്നത് എന്താന്ന് വെച്ചാൽ പ്ലാറ്റോയുടെ ദി റിപ്പബ്ലിക്കിലാണ് ഈ സൈക്കിക് പ്രിസൻസിന്റെ ഐഡിയ ആദ്യമായിട്ട് അപ്പിയർ ചെയ്തിട്ടുള്ളത്. സോ ഇവിടെ പറയുന്നത് എന്താന്ന് വെച്ചാൽ it shows that we have over rationalized our understanding of organization. നമ്മൾ ഓർഗനൈസേഷനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കുന്നത് എന്താണ്, ഓവർ റേഷണലൈസ്ഡ് ആണ് എന്നാണ് ഈ ഒരു സൈക്കിക് പ്രിസൻസിൽ കാണിക്കുന്നത്. അതായത് ഇപ്പൊ നമ്മൾ ഒരു ഓർഗനൈസേഷനോടുള്ള നമ്മുടെ ബിഹേവിയറിലും അതുപോലെ തന്നെ നമ്മുടെ ഓർഗനൈസേഷനോടുള്ള നമ്മുടെ എക്സ്പ്ലനേഷനിലൊന്നും ഈ ഫാക്ടേഴ്സ് ആയിട്ടുള്ള ആക്രമണം, അത്യാഗ്രഹം, ഭയം തുടങ്ങിയ കാര്യങ്ങൾക്കൊന്നും ഒരു സ്റ്റാൻഡിംഗ് ഇല്ല, ഒരു നിലനിൽപ്പില്ല എന്നാണ് പറയുന്നത്. സോ ഓർഗനൈസേഷൻ ആസ് സൈക്കിക് പ്രിസൻസിൽ പറയുന്നത് എന്താന്ന് വെച്ചാൽ നമ്മുടെ ഈ ഓർഗനൈസേഷനെ കുറിച്ച് മനസ്സിലാക്കുന്നത് എന്താണ്, ഓവർ റേഷണലൈസ്ഡ് ആണെന്നാണ് പറയുന്നത്. ദിസ് മെറ്റഫോർ പ്ലേസ് എ പവർഫുൾ റോൾ ഇൻ ഡ്രോയിങ് അറ്റൻഷൻ ടു ദി എത്തിക്കൽ ഡയമെൻഷൻ ഓഫ് ഓർഗനൈസേഷൻ. നമ്മുടെ ഓർഗനൈസേഷനെ കുറിച്ചുള്ള ഒരു ഓർഗനൈസേഷനെ കുറിച്ചുള്ള ഒരു അറ്റൻഷൻ ആണ് ഈ ഒരു മെറ്റഫർ, ഈ ഒരു സൈക്കിക് പ്രിസണിലൂടെ കാണിക്കുന്നതെന്നാണ് പറയുന്നത്. നെക്സ്റ്റ് അപ്രോച്ച് ആണ് ഓർഗനൈസേഷൻസ് ആസ് ഫ്ലെക്സ് ആൻഡ് ട്രാൻസ്ഫോർമേഷൻ.
ഇവിടെ ഈ ഒരു മെറ്റഫർ പറയുന്നത് എന്താന്ന് വെച്ചാൽ കയോസ്, കോംപ്ലക്സിറ്റി, അതുപോലെ തന്നെ മ്യൂച്വൽ കോഷ്വാലിറ്റി, ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു മെറ്റഫർ കാണിച്ചു തരുന്നത്. സോ ഇത് മോർഗൻ ആണ് ഈ ഒരു ഐഡിയ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളത്. അതിൽ ഫസ്റ്റ് പോയിന്റ് നോക്കാം. ഫസ്റ്റ് തിയറിയാണ് ദ തിയറി ഓഫ് ഓട്ടോബയോസിസ്. ഈ തിയറിയിൽ പറയുന്നത് എന്താന്ന് വെച്ചാൽ ഇത് ഡെവലപ്പ് ചെയ്തിട്ടുള്ളത് 1960 1970-കളിലുമാണ്. ചിലി എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ ഒരു തിയറി എന്ത് ചെയ്തിട്ടുള്ളത്, ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. ഈ തിയറി പറയുന്നത് എന്താന്ന് വെച്ചാൽ ഇപ്പൊ നമ്മളൊരു മാറ്റത്തെ എങ്ങനെ കാണുന്നു, അതിനെ എങ്ങനെ നമ്മൾ കൈകാര്യം ചെയ്യുന്നു, അതുപോലെ തന്നെ ആയിരിക്കും നമ്മൾ എങ്ങനെ നമ്മളെ തന്നെ കാണുന്നു, നമ്മളെങ്ങനെയാണ് നമ്മളെ കാണുന്നു, അറിയുന്നു, അതുപോലെ തന്നെ ആയിരിക്കും ഒരു മാറ്റത്തെ നമ്മൾ എന്ത് ചെയ്യുന്നത്, മാറ്റത്തെ നമ്മൾ കാണുന്നതും അതുപോലെ തന്നെ നമ്മൾ അതിനെ കൈകാര്യം ചെയ്യുന്നത് എന്നാണ് ദ തിയറി ഓഫ് ഓട്ടോബയോസിസിൽ പറയുന്നത്. സജസ്റ്റ് ദാറ്റ് ദ വേ വി സീ ആൻഡ് മാനേജ് ചേഞ്ച് ഇൻ അൾട്ടിമേറ്റ്ലി എ പ്രൊഡക്റ്റ് ഓഫ് ഹൗ വി സീ ആൻഡ് തിങ്ക് അബൌട്ട് അവർ സെൽഫ്. അതായത് ഇപ്പൊ ഒരു മാറ്റത്തെ നമ്മൾ എങ്ങനെ കാണുന്നു, അതിനെ എങ്ങനെ കൈകാര്യം ചെയ്യുന്നു, അതുപോലെ തന്നെയാണ് നമ്മളെ കുറിച്ച് നമ്മൾ എന്ത് ചിന്തിക്കുന്നു, അതുപോലെ തന്നെ നമ്മളെ കുറിച്ച് നമ്മൾ എന്ത് മനസ്സിലാക്കുന്നു എന്നുള്ളത് എന്നാണ് ഈ ഒരു ദ തിയറി ഓഫ് ഓട്ടോബയോസിസിൽ പറയുന്നത്. രണ്ടാമത്തെ പോയിന്റ് ആണ് ദ ലെൻസ് ഓഫ് കയോസ് ആൻഡ് കോംപ്ലക്സിറ്റി തിയറി. രണ്ടാമത്തെ തിയറിയാണ് ദ ലെൻസ് ഓഫ് കയോസ് ആൻഡ് കോംപ്ലക്സിറ്റി തിയറി. ഇവിടെ പറയുന്നത് ഓർഗനൈസേഷനും എൻവയോൺമെന്റും തമ്മിലുള്ള ആ ഒരു റിലേഷനെയാണ്, ആ ഒരു റിലേഷനെ പഠിക്കുക. സോ ആ ഒരു റിലേഷനെ കുറിച്ച് ലേൺ ചെയ്യുന്നത്, മനസ്സിലാക്കുന്നതിനെയാണ് ദ ലെൻസ് ഓഫ് കയോസ് ആൻഡ് കോംപ്ലക്സിറ്റി തിയറിയിൽ പറയുന്നത്. നെക്സ്റ്റ് തിയറിയാണ് തിയറി ഓഫ് മ്യൂച്വൽ കോഷ്വാലിറ്റി. ഇവിടെ നമ്മൾ മനസ്സിലാക്കുന്നത് അട്രാക്റ്റീവ് പാറ്റേൺസ് ആണ്. അട്രാക്റ്റീവ് പാറ്റേൺസ് ഏതൊക്കെയാണെന്നാണ് നമ്മൾ ഈ ഒരു തിയറിയിൽ പഠിക്കുന്നത്. അതുപോലെ തന്നെ ദ പ്രോസസ് ഓഫ് ചേഞ്ച് പഠിക്കുന്നത്, എങ്ങനെയാണ് ഒരു ചേഞ്ചിന്റെ പ്രോസസ്സ് വരുന്നത്, പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് ഫീഡ്ബാക്സിലൂടെ എങ്ങനെയാണ് ആ ഒരു ചേഞ്ചിന്റെ പ്രോസസ്സ് എന്നുള്ളതൊക്കെയാണ് നമ്മൾ തിയറി ഓഫ് മ്യൂച്വൽ കോഷ്വാലിറ്റിയിൽ പഠിക്കുന്നത്. ആൻഡ് ലാസ്റ്റ് തിയറിയാണ് ദ ലെൻസ് ഓഫ് ഡയാലക്റ്റിക്കൽ അനാലിസിസ്. ഈ ഒരു തിയറിയിൽ പറയുന്നത് എന്താന്ന് വെച്ചാല് അതായത് ഇപ്പൊ ഒരു ക്രിയേറ്റഡ് വെൻ എവർ എലമെന്റ്സ് ഓഫ് എ സിസ്റ്റം ട്രൈ ടു പുട്ട് ഇൻ എ പെർട്ടിക്കുലർ ഡയറക്ഷൻ. അതായത് ഒരു സിസ്റ്റത്തിന്റെ എലമെന്റ് ഒരു പെർട്ടിക്കുലർ ഡയറക്ഷനിൽ കൊടുക്കുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു പാരഡോക്സസിനെ, അതുപോലെ തന്നെ ആ ഒരു ടെൻഷനെയാണ് ഈ ഒരു തിയറിയിൽ പറയുന്നത്. സോ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു അപ്രോച്ചിൽ വരുന്നത്. ഇനി നെക്സ്റ്റ് അപ്രോച്ച് നോക്കാം. നെക്സ്റ്റ് അപ്രോച്ച് ആണ് ഓർഗനൈസേഷൻസ് ആസ് ഇൻസ്ട്രുമെന്റ്സ് ഓഫ് ഡൊമിനേഷൻ. ഇവിടെ പറയുന്നത് എന്താന്ന് വെച്ചാല്, ഈ ഒരു അപ്രോച്ചിൽ പറയുന്നത് എന്താന്ന് വെച്ചാല് വെബർ 3 തരത്തിലുള്ള സോഷ്യൽ ഡൊമിനേഷൻസ് ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ട്. അതിനെ അദ്ദേഹം വിളിച്ചിട്ടുള്ളത് കരിസ്മാറ്റിക് ആൻഡ് ട്രഡീഷണൽ ആൻഡ് റേഷണൽ ലീഗൽ ഡൊമിനേഷൻസ് എന്നാണ് വിളിച്ചിട്ടുള്ളത്. സോ ആ 3 ഏതൊക്കെയാന്ന് നോക്കാം. അതിൽ ഫസ്റ്റ് വണ്ണാണ് ചെരിസ്മാറ്റിക് ഡൊമിനേഷൻ എന്ന് പറയുന്നത്. ഈ ചെരിസ്മാറ്റിക് ഡൊമിനേഷൻ ഉണ്ടാകുന്നത് എങ്ങനെയെന്ന് വെച്ചാൽ ഒരു വ്യക്തി, ഒരു ലീഡർ അദ്ദേഹത്തിന്റെ പേഴ്സണൽ ക്വാളിറ്റീസിലൂടെ ഭരണം നടത്തുകയാണെങ്കിൽ ാണ് ചരിസ്മാറ്റിക് ഡൊമിനേഷൻസ് ഉണ്ടാവുന്നത്. രണ്ടാമത്താണ് ട്രഡീഷണൽ ഡൊമിനേഷൻ. അതായത് ട്രഡീഷനും അതുപോലെ തന്നെ പാസ്റ്റിലൂടെ, പരമ്പരാഗതമായിട്ടോ അല്ലെങ്കിൽ പാസ്റ്റിലൂടെയൊക്കെ ഒരു ഭരണം കിട്ടുകയാണെങ്കിൽ, ഒരു റൂള്, ഒരു പവർ കിട്ടുകയാണെങ്കിൽ അപ്പോഴാണ് എന്തുണ്ടാവുന്നത്, ഈ ട്രഡീഷണൽ ഡൊമിനേഷൻ ഉണ്ടാവുന്നത്. മൂന്നാമത്താണ് റേഷണൽ ലീഗൽ ഡൊമിനേഷൻസ്. ഇവിടെ നമുക്ക് പവർ കിട്ടുന്നത് ലോസ്, റൂൾസ്, റെഗുലേഷൻസ്, പ്രൊസീജിയേഴ്സിലൂടെയൊക്കെ ആയിരിക്കും. സോ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു അപ്രോച്ചിൽ വരുന്നത്. സോ ഇത്രയും അപ്രോച്ചസ് ആണ് ഓർഗനൈസേഷനിൽ ഉള്ളത്. നെക്സ്റ്റ് ടോപ്പിക് ആണ് ദി 7SS മോഡൽ. ഈ 7SS മോഡലിൽ പറയുന്നത് എന്താന്ന് വെച്ചാൽ ഇത് റിച്ചാർഡ് പാസ്കലും ആന്റണി അത്തോസും 1981 ദ ആർട്ട് ഓഫ് ജപ്പാനീസ് മാനേജ്മെന്റിലാണ് ദ 7S ഫ്രെയിംവർക്ക് ആദ്യമായിട്ട് വന്നിട്ടുള്ളത്. സോ ഇത് റിച്ചാർഡ് പാസ്കലും ആന്റണി അത്തോസും അതുപോലെ തന്നെ ടോം പീറ്റേഴ്സ്, റോബർട്ട് വാട്ടർമാൻ, ഈ പറഞ്ഞിട്ടുള്ള 4 ഓതേഴ്സും കൂടി ചേർന്നിട്ട് ഒരു മീറ്റിംഗ് നടത്തിയിരുന്നു. ആ ഒരു മീറ്റിംഗിലാണ് ഈ ഒരു ദ 7S ഫ്രെയിംവർക്ക് കൊണ്ടുവന്നിട്ടുള്ളത്. സോ ഇത് ആദ്യം കണ്ടെത്തിയത് പീറ്റർ ആൻഡ് വാട്ടർമാനിന്റെ ഇൻ സെർച്ച് ഓഫ് എക്സലൻസിലാണ് നമ്മൾ ഈ ഒരു 7S ഫ്രെയിംവർക്ക് ആദ്യമായിട്ട് കണ്ടെത്തിയിട്ടുള്ളത്. സോ അതുവഴി 1978 ഈ റിച്ചാർഡ് പാസ്കലും ആന്റണി അത്തോസും ടോം പീറ്റേഴ്സും റോബർട്ട് വാട്ടർമാനും ഒക്കെ ചേർന്നിട്ടുള്ള ആ ഒരു മീറ്റിംഗിൽ ഈ ഒരു 7S ഫ്രെയിംവർക്ക് രൂപം കൊണ്ടുവന്നു എന്നാണ് പറയുന്നത്. സോ ഈ ഗ്ലോബൽ മാനേജ്മെന്റ് കൺസൾട്ടൻസിയിൽ മെക്കൻസി ഇതിനെ ഒരു ബേസിക്, ഈ ഒരു 7S ഫ്രെയിംവർക്കിനെ ബേസിക് ടൂൾ ആക്കിയിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു. ആ ഒരു ടൈം മുതൽ ഈ ഒരു 7SS മോഡലിനെ നമ്മൾ മെക്കൻസീസ് 7S മോഡൽ എന്നാണ് പറയുക.
സോ ഈ ഒരു മോഡലില് പ്രധാനമായിട്ടും 6 ടേംസ് ആണ് വരുന്നത്. സ്ട്രാറ്റജി, സ്ട്രക്ചർ, സിസ്റ്റം, സ്റ്റൈല്, സ്റ്റാഫ് ആൻഡ് സ്കിൽസ്. നമുക്ക് ഓരോന്നും എന്താന്ന് നോക്കാം. അതിൽ ഫസ്റ്റ് വൺ ആണ് സ്ട്രാറ്റജി. സ്ട്രാറ്റജി എന്ന് പറയുന്നത് a set of actions that the company start with and which it must maintain. അതായത് കമ്പനി തുടങ്ങുമ്പോഴും അതുപോലെ തന്നെ അത് മെയിൻറ്റെയിൻ ചെയ്യേണ്ടതുമായിട്ടുള്ള ഒരു സെറ്റ് ഓഫ് ആക്ഷൻസിനെയാണ് നമ്മൾ എന്തെന്ന് പറയാ സ്ട്രാറ്റജി എന്ന് പറയുന്നത്. രണ്ടാമത്തേതാണ് സ്ട്രക്ചർ. സ്ട്രക്ചറിൽ പറയുന്നത് എന്താന്ന് വെച്ചാൽ എങ്ങനെയാണ് ഹൗ പീപ്പിൾ ആൻഡ് ടാസ്ക് ഓർ വർക്ക് ആർ ഓർഗനൈസ്ഡ്, പോളിസീസ് ആൻഡ് പ്രൊസീജിയേഴ്സ്. അതായത് എങ്ങനെയാണ് പീപ്പിൾസ് ആ ഒരു ടാസ്ക് അല്ലെങ്കിൽ ആ ഒരു വർക്ക് ഓർഗനൈസ് ചെയ്തിട്ടുള്ളത്, അല്ലെങ്കിൽ അതെങ്ങനെയാണ് പ്രവർത്തിപ്പിക്കുന്നത്, ആ ഒരു ഓർഗനൈസേഷനിലെ പോളിസീസും പ്രൊസീജിയേഴ്സും ഒക്കെ വെച്ചിട്ട് എൻവയോൺമെന്റിന്റെ ഓർഗനൈസേഷൻ ആക്ട് ഒക്കെ മനസ്സിലാക്കിയിട്ട് എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്, അല്ലെങ്കിൽ എങ്ങനെയാണ് ആ ഒരു ടാസ്കിനെ നമ്മൾ ഓർഗനൈസ് ചെയ്യേണ്ടത് എന്നാണ് ഈ ഒരു സ്ട്രക്ചറിൽ പറയുന്നത്. മൂന്നാമത്തെ ടേം ആണ് സിസ്റ്റം. സിസ്റ്റത്തിൽ പറയുന്നത് എന്താന്ന് വെച്ചാൽ ഇപ്പൊ നമ്മുടെ ഓർഗനൈസേഷനിലെ എല്ലാ പ്രോസസ്സിനെയും അതുപോലെ തന്നെ ഇൻഫോർമേഷന്റെ ഫ്ലോസിനെയൊക്കെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് സിസ്റ്റം എന്ന് പറയുന്നത്. അതില് കമ്പ്യൂട്ടർ സിസ്റ്റം വരാം, ഓപ്പറേഷണൽ സിസ്റ്റം വരാം, HR സിസ്റ്റംസ് ഒക്കെ ഇൻക്ലൂഡഡ് ആണെന്നാണ് പറയുന്നത്. നെക്സ്റ്റ് ടേം ആണ് സ്റ്റൈൽ. സ്റ്റൈലിൽ പറയുന്നത് എന്താന്ന് വെച്ചാൽ എങ്ങനെയാണ് മാനേജേഴ്സ് ബിഹേവ് ചെയ്യുന്നത്, അവരുടെ ലീഡർഷിപ്പ് സ്റ്റൈൽ എങ്ങനെയാണ്, എംപ്ലോയി കെയർ എങ്ങനെയാണ്, അവരുടെ കോമൺ വേ ഓഫ് തിങ്കിങ് ആൻഡ് ബിഹേവിയർ എങ്ങനെയാണ് എംപ്ലോയീസ് ചിന്തിക്കുന്നത്, അതുപോലെ തന്നെ ബിഹേവ് ചെയ്യുന്നത്, അതുപോലെ തന്നെ ഓർഗനൈസേഷൻ കൾച്ചർ, അൺറിട്ടൺ നോംസ് ഓഫ് ബിഹേവിയർ ആൻഡ് തോട്ട്സ്, ഇത്രയും കാര്യങ്ങളാണ് എന്തിൽ വരുന്നത് സ്റ്റൈലിൽ വരുന്നത്. നെക്സ്റ്റ് ടേം ആണ് സ്റ്റാഫ്. സ്റ്റാഫിൽ പറയുന്നത് ഇപ്പോ ഹൗ ദ കമ്പനി ഡെവലപ്സ് മാനേജേഴ്സ്, എങ്ങനെയാണ് ഒരു കമ്പനി മാനേജേഴ്സിനെ ഡെവലപ്പ് ചെയ്യുന്നത്, അതുപോലെ തന്നെ ആൾക്കാരെ ഇപ്പോൾ എംപ്ലോയീസിനെ നമ്മൾ സെലക്ട് ചെയ്യുക, ട്രെയിനിങ് കൊടുക്കുക, അതുപോലെ തന്നെ അവർക്ക് റിവാർഡ് കൊടുക്കുക, റെക്കഗ്നീഷൻ കൊടുക്കുക, റിട്ടേൺഷൻ കൊടുക്കുക, മോട്ടിവേഷൻ കൊടുക്കുക, അവർക്ക് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള അവർക്ക് ചെയ്യാൻ പറ്റുന്ന വർക്ക് അവർക്ക് അസൈൻ ചെയ്ത് കൊടുക്കുക, ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ് സ്റ്റാഫിൽ വരുന്നത്. നെക്സ്റ്റ് വൺ ആണ് സൂപ്പർ ഓർഡിനേറ്റ് ഗോൾസ്. ഇതിൽ നമ്മുടെ ലോങ് ടേം വിഷൻസ്, അതുപോലെ തന്നെ ലോങ് ടേം ഗോൾസ്, വാല്യൂ സ്റ്റഫ്, അതുപോലെ തന്നെ നമ്മുടെ ഓർഗനൈസേഷന്റെ ഷെയ്പ്സ് ദ ഡെൻസിറ്റി ഓഫ് ഓർഗനൈസേഷൻസ്. അതായത് ഇപ്പൊ നമ്മുടെ ഒരു ഓർഗനൈസേഷൻ ലോങ് ടേം ഗോൾസ് ഒക്കെ ഉണ്ടായിരിക്കും അല്ലെ. സോ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ സൂപ്പർ ഓർഡിനേറ്റ് ഗോൾസിൽ വരുന്നത്. ഇനി ലാസ്റ്റ് വൺ ആണ് സ്കിൽസ്. സ്കിൽസിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഓർഗനൈസേഷനിൽ നിലനിൽക്കുന്ന ഡൊമിനന്റ് ആയിട്ടുള്ള ആട്രിബ്യൂട്ട്സും കാപ്പബിലിറ്റീസ് ഒക്കെയാണ് സ്കിൽസ്. അതായത് എംപ്ലോയീസിന്റെ സ്കിൽസ് ആവാം, അവർക്ക് ആ ഒരു കമ്പനി സ്ട്രാറ്റജി ചെയ്യാൻ വേണ്ടിയിട്ടുള്ള അവരുടെ സ്കിൽസ്, അതിനാവശ്യമായിട്ടുള്ള അവർക്ക് പ്രൊവൈഡ് ചെയ്യുന്ന ട്രെയിനിങ്, ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും എന്തിൽ വരിക സ്കിൽസിൽ വരിക. ഇത്രയും കാര്യങ്ങളാണ് ദി 7SS മോഡലിൽ വരുന്നത്. നെക്സ്റ്റ് ടോപ്പിക് നോക്കാം. നെക്സ്റ്റ് ആണ് ദ കണ്ടന്റിങ് ഓപ്പോസിറ്റ്സ് ഓഫ് ദി 7S. അതായത് ഈ 7S മോഡലിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ഈ 7SSന്റെ ഓപ്പോസിറ്റ് ആയിട്ട് വരുന്നത് എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. അതിൽ സ്ട്രാറ്റജിയിൽ പ്ലാൻഡ് ഓപ്പോസിറ്റ് ആയിട്ട് ഓപ്പർച്യൂണിറ്റിസ്റ്റിക് വരുന്നുണ്ട്, സ്ട്രക്ചറിൽ എലിറ്റിസ്റ്റില് പ്ലൂറലിസ്റ്റ് വരുന്നുണ്ട്, സിസ്റ്റത്തിൽ മാൻഡേറ്ററി, അതുപോലെ തന്നെ ഡിസ്ക്രിഷണറി, സ്റ്റൈലില് മാനേജീരിയൽ, അതുപോലെ തന്നെ ട്രാൻസ്ഫോർമേഷണൽ, സ്റ്റാഫ്സിൽ കൊളീജിയാലിറ്റി, ഇൻഡിവിജ്വാലിറ്റി, ഷെയർഡ് വാല്യൂസിൽ ഹാർഡ് മൈൻഡ്, സോഫ്റ്റ് ഹാർട്ട്, അതുപോലെ തന്നെ സ്കിൽസിൽ മാക്സിമൈറ്റും മെറ്റാമൈറ്റും പറയുന്നുണ്ട്. സോ ഇത് നമുക്ക് ഓരോന്നും നോക്കാം. അതിൽ ഫസ്റ്റ് വൺ ആണ് സ്ട്രാറ്റജി. സ്ട്രാറ്റജിയിൽ പ്ലാൻഡ് വേഴ്സസ് ഓപ്പർച്യൂണിറ്റിസ്റ്റിക് ആണ് വരുന്നത്. ഒരു ഓർഗനൈസേഷനിൽ ഈ ഒരു പ്ലാൻഡ് ആയിട്ടും അതുപോലെ തന്നെ ഓപ്പർച്യൂണിറ്റിസ്റ്റിക് ആയിട്ടുള്ള ടെൻഡൻസി നിർബന്ധമായിട്ടും ഉണ്ടായിരിക്കണം. സോ അതാണ് ഈ ഒരു ഓർഗനൈസേഷന്റെ സക്സസിന് ഏറ്റവും വേണ്ടത്. ഈ ഇങ്ങനെ പ്ലാൻഡും അതുപോലെ തന്നെ ഓപ്പർച്യൂണിറ്റിസ്റ്റിക് ആയിട്ടുള്ള സ്ട്രാറ്റജീസ് ആണ് നമുക്ക് വേണ്ടത് എന്നാണ് ഫസ്റ്റ് സ്ട്രാറ്റജിയിൽ പറയുന്നത്. രണ്ടാമത്തേതാണ് സ്ട്രക്ചർ. സ്ട്രക്ചറിൽ എലിറ്റിസ്റ്റ് വേഴ്സസ് പ്ലൂറലിസ്റ്റ് ആണ് പറയുന്നത്. ഇവിടെ പറയുന്നത് എന്താന്ന് വെച്ചാല് സ്ട്രക്ചറിൽ പാസ്കൽ ഈ എലിറ്റിസ് എന്നുള്ള ടേം യൂസ് ചെയ്തിരിക്കണ എന്തിനാന്ന് വെച്ചാല് സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ഓർഗനൈസേഷണൽ യൂണിറ്റ്സ് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു എലിറ്റിസ് എന്നുള്ള വേർഡ് യൂസ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ പാസ്കൽ ഈ പ്ലൂറലിസ്റ്റ് എന്ന വേർഡ് യൂസ് ചെയ്തതിന്റെ കാര്യം എന്ന് വെച്ചാല് അത് നമ്മുടെ ഡിസിഷൻ മേക്കിങ്ങിൽ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു റോളായിട്ട് ആര് പ്രവർത്തിക്കുന്നുണ്ട് ഈ ഒരു പ്ലൂറലിസ്റ്റ് എന്ന് പറയുന്ന ഒരു ടേം പ്രവർത്തിക്കുന്നുണ്ട്. അത് എക്സ്പ്ലെയിൻ ചെയ്യുന്നത് എന്താന്ന് വെച്ചാൽ എസെൻഷ്യൽ ഫോഴ്സസ് ദാറ്റ്
പ്ലേ എ ഇമ്പോർട്ടന്റ് റോൾ ഇൻ ഡിസിഷൻ മേക്കിംഗിൽ ഇമ്പോർട്ടന്റ് ആയിട്ട് പ്രവർത്തിക്കുന്ന ഒരു എസെൻഷ്യൽ ഫോഴ്സസ് ആണ് ഈ പ്ലൂറലിസ്റ്റ് എന്ന് പറയുന്നത്. സോ സ്ട്രക്ചറിൽ എലിറ്റിസ്റ്റ് വേഴ്സസ് പ്ലൂറലിസ്റ്റ് ആണ് പറഞ്ഞത്. എലിറ്റിസ്റ്റ് യൂസ് ചെയ്യുന്നത് സ്പെഷ്യലൈസ്ഡ് ഓർഗനൈസേഷണൽ യൂണിറ്റ്സ് ആണെങ്കിൽ പ്ലൂറലിസ്റ്റ് എസെൻഷ്യൽ ഫോഴ്സസ് ദാറ്റ് പ്ലേ എ ഇമ്പോർട്ടന്റ് റോൾ ഇൻ ഡിസിഷൻ മേക്കിംഗ്. തേർഡ് ടേം ആണ് സിസ്റ്റംസ്. അതിൽ മാൻഡേറ്ററി വേഴ്സസ് ഡിസ്ക്രിഷണറി ആണ് പറയുന്നത്. സിസ്റ്റം ഒരിക്കലും ഈ ഹാർഡ് കോപ്പി റിപ്പോർട്ട്സ് മാത്രം പ്രൊഡ്യൂസ് ചെയ്യുക അല്ലെങ്കിൽ മാത്രം കൊടുക്കുക എന്നുള്ളത് റെഫർ ചെയ്യില്ല. അതുപോലെ തന്നെ അത് procedures but also to informal mechanisms such as meetings and conflict management routines. അതായത് സിസ്റ്റം ഒരിക്കലും ഇപ്പോൾ ഹാർഡ് കോപ്പി റിപ്പോർട്ട്സ് അതുപോലെ തന്നെ പ്രൊസീജിയേഴ്സും റെഫർ ചെയ്യില്ല. അവര് കൂടുതലായിട്ടും ഇൻഫോർമൽ മെക്കാനിസംസ് ആണ് ഫോക്കസ് ചെയ്യുന്നത്. അതിൽ വരുന്നതാണ് ഈ മീറ്റിംഗ്സും കോൺഫ്ലിക്ട് മാനേജ്മെന്റ് റൊട്ടീൻസ് എന്നൊക്കെ ഉള്ളത്. സോ അതാണ് സിസ്റ്റത്തിൽ പറയുന്നത്. നെക്സ്റ്റ് ടേം ആണ് സ്റ്റൈല്. അതിൽ മാനേജീരിയൽ വേഴ്സസ് ട്രാൻസ്ഫോർമേഷനിലാണ് വരുന്നത്. മാനേജീരിയൽ എന്ന് പറയുന്നത് മാനേജീരിയൽ എന്ന ടേമിനെ നമ്മൾ അഡ്മിനിസ്ട്രേറ്റീവ് ഓറിയന്റേഷൻ എന്നാണ് ഉദ്ദേശിക്കുന്നത്. അതിന്റെ എയിം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ എക്സിസ്റ്റിംഗ് ഓർഗനൈസേഷനിൽ നിന്നും മാക്സിമം ആയിട്ടുള്ള ഔട്ട്പുട്ട് നമുക്ക് കിട്ടുക എന്നുള്ളതാണ് ഈ ഒരു മാനേജീരിയൽ സ്റ്റൈലിന്റെ ഉദ്ദേശം. എന്നാൽ ട്രാൻസ്ഫോർമേഷൻ എയിം ചെയ്യുന്നത് ക്വാണ്ടം ലീപ്സ് ഇൻ പെർഫോമൻസ് ആണ്. പെർഫോമൻസിൽ നിന്നും കിട്ടുന്ന ഒരു ഔട്ട്കത്തിനെയാണ് ട്രാൻസ്ഫോർമേഷണൽ എന്ന് പറയുന്നത്. സോ അതാണ് സ്റ്റൈലിൽ വരുന്നത്, മാനേജീരിയൽ വേഴ്സസ് ട്രാൻസ്ഫോർമേഷണൽ. നെക്സ്റ്റ് വണ്ണാണ് സ്റ്റാഫ് കൊളീജിയാലിറ്റി വേഴ്സസ് ഇൻഡിവിജ്വാലിറ്റി. കൊളീജിയാലിറ്റിയിൽ പറയുന്നത് നമ്മുടെ സപ്പോർട്ടീവ് റിലേഷൻഷിപ്പ് ആൻഡ് ടീം വർക്ക് ആണ്. സോ അത് നമ്മുടെ നല്ല രീതിയിൽ നമ്മുടെ ഓർഗനൈസേഷനെ സക്സസിലോട്ട് എത്തിക്കാൻ ഒരു സപ്പോർട്ടീവ് റിലേഷൻഷിപ്പ് ആൻഡ് ടീം വർക്ക് അത്യാവശ്യമാണ്. നെക്സ്റ്റ് വണ്ണാണ് ഷെയർഡ് വാല്യൂസ്. അതിൽ ഹാർഡ് മൈൻഡ്സ് വേഴ്സസ് സോഫ്റ്റ് ഹാർട്ട്സ് ആണ്. അതിൽ ഹാർഡ് മൈൻഡഡ് വാല്യൂസ് ആർ ടൈഡ് ടു ഗോൾസ് ദാറ്റ് ആർ അൺഅംബീഷ്യസ് ആൻഡ് ക്വാണ്ടിഫയബിൾ ആണ്. ഈ ഹാർഡ് മൈൻഡഡ് വാല്യൂസ് ഒക്കെ അൺഅംബീഷ്യസും അതുപോലെ തന്നെ ക്വാണ്ടിഫയബിളും ആണ്. എന്നാൽ സോഫ്റ്റ് ഹാർട്ട്സ് എന്താണ് കൗണ്ടർ വെയിറ്റ് ടു ടാഞ്ചിബിൾ ഫിനാൻഷ്യൽ ഗോൾസ്. നമ്മൾ ടാഞ്ചിബിൾ ആയിട്ടുള്ള ഫിനാൻഷ്യൽ ഗോൾസ് അച്ചീവ് ചെയ്യാൻ ഈ സോഫ്റ്റ് ഹാർട്ട്സ് വളരെയധികം സഹായിക്കും എന്നാണ് പറയുന്നത്. നെക്സ്റ്റ് ടേം ആണ് സ്കിൽസ്. അതിൽ മാക്സിമൈസ് വേഴ്സസ് മെറ്റാവൈസ് ആണ്. പാസ്കൽ ഈ മാക്സിമൈസ് ആൻഡ് മെറ്റാവൈസസ് ടേംസ് യൂസ് ചെയ്തിട്ടുള്ളത് എന്തിനാന്ന് വെച്ചാൽ അത് ഡിസ്ക്രൈബ് ചെയ്യുന്നത് കമ്പനീസിന്റെ ഡിസിഷൻസ് ആണ്. കമ്പനീസ് ഡിസിഷൻസ് ടു ഡിസൈഡ് വാട്ട് ഇറ്റ് ഷുഡ് ബി ഗെറ്റിംഗ് ബെറ്റർ ആൻഡ് വാട്ട് ഇറ്റ് ഈസ് ഓൾറെഡി ഗുഡ് അറ്റ് ഓർ വെദർ ഇറ്റ് ഷുഡ് ബി ലുക്കിംഗ് ടുവേർഡ്സ് ഹയർ ഓർഡർ capabilities that are beyond the old. അതായത് ഈ മാക്സിമൈസ് ആൻഡ് മെറ്റാമൈസ് എന്നുള്ള ടേം ഡിസ്ക്രൈബ് ചെയ്തിരിക്കുന്നത് എന്തിനാന്ന് വെച്ചാൽ എന്താണ് ഇപ്പോൾ കമ്പനിയുടെ ഡിസിഷൻസ് എങ്ങനെയാണ്, കമ്പനിയുടെ ഡിസിഷൻസ് കാരണം എന്തൊക്കെ അച്ചീവ്മെന്റ്സ് ആണ് നമുക്ക് ഉണ്ടായിട്ടുള്ളത്, എത്രത്തോളം നല്ല രീതിയിലുള്ള ഒരു സ്കിൽസ് ആണ് അവിടെ ഉള്ളത്, ആ ഒരു ഓർഗനൈസേഷനിൽ ഉള്ളത്, ഇനി എന്തൊക്കെ കാപ്പബിലിറ്റീസ് ആണ് നമ്മൾ അച്ചീവ് ചെയ്യേണ്ടത്, അങ്ങനെയുള്ള കുറെ അധികം കാര്യങ്ങളാണ് മാക്സിമൈസ് വേഴ്സസ് മെറ്റാവൈസിൽ പറയുന്നത്. സോ ഇത്രയും കാര്യങ്ങളാണ് ഇത് കോമ്പൗണ്ടിങ് ഓപ്പോസിറ്റ്സും 7S പറയുന്നത്. ഇത്രയും കാര്യങ്ങളാണ് യൂണിറ്റ് 1 വരുന്നത്. അപ്രോച്ചസ് ടു അണ്ടർസ്റ്റാൻഡിങ് ഓർഗനൈസേഷനിൽ വരുന്നത്. അതിൽ നമ്മൾ ഓർഗനൈസേഷന്റെ മീനിങ്സ് ആൻഡ് ഫീച്ചേഴ്സ് നോക്കി, അതുപോലെ തന്നെ ഓർഗനൈസേഷൻ ആസ് സിസ്റ്റംസ് നോക്കി, ദെൻ നമ്മൾ അതിന്റെ അപ്രോച്ചസ് നോക്കി, ഇത് 7S മോഡൽ നോക്കി. സോ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ഓർഗനൈസേഷനിൽ വരുന്നത്. ഇനി നമുക്ക് അതിലെ ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാം. അതിൽ ഡിസ്കസ് ദ മീനിങ് ആൻഡ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എൻ ഓർഗനൈസേഷൻ നമ്മൾ പാർട്ട് 1 ഡിസ്കസ് ചെയ്തു. എന്താണ് ഓർഗനൈസേഷൻ, അതുപോലെ തന്നെ എന്തൊക്കെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ് ഓർഗനൈസേഷൻസിനുള്ളത് എന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തു. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആണ് ഡിസ്ക്രൈബ് ഹൗ ഓർഗനൈസേഷൻ ആക്ട് ആസ് എ സിസ്റ്റം. എങ്ങനെയാണ് സിസ്റ്റം ആയിട്ട് ഒരു ഓർഗനൈസേഷൻ പ്രവർത്തിക്കുന്നത് എന്ന് നമ്മൾ പാർട്ട് 1 ഡിസ്കസ് ചെയ്തു അല്ലെ. സോ അവിടെ നമ്മൾ ഡിസ്കസ് ചെയ്ത ഓർഗനൈസേഷൻ ആസ് സിസ്റ്റം എന്ന് പറയുന്ന ടോപ്പിക്കാണ് നമ്മൾ ഇവിടെ എഴുതേണ്ടത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ് വാട്ട് ആർ ദ ഡിഫറെന്റ് അപ്രോച്ചസ് ടു ഓർഗനൈസേഷൻ. നമ്മൾ ഡിഫറെന്റ് അപ്രോച്ചസ് നോക്കി അല്ലെ. ഓർഗനൈസേഷൻസ് ആസ് ഓർഗാനിസംസ് നോക്കി, ബ്രെയിൻസ് നോക്കി, അതുപോലെ തന്നെ ഓർഗനൈസേഷൻ ആസ് സൈക്കിക് പ്രസൻസ് എന്നിങ്ങനെയുള്ള കുറെ അധികം അപ്രോച്ചസ് നമ്മൾ ഡിസ്കസ് ചെയ്തു. സോ അത്രയും ആ ഒരു അപ്രോച്ചസ് ആണ് നമ്മൾ ഇവിടെ എഴുതേണ്ടത്. ആൻഡ് ലാസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എക്സ്പ്ലെയിൻ ദി 7S മോഡൽ ആണ്. അപ്പൊ 7S മോഡൽ ആണ് നമ്മൾ ലാസ്റ്റ് നോക്കിയത്. അതിൽ കുറെ അധികം ടേംസ് നമ്മൾ പറഞ്ഞിരുന്നു. സോ അത്രയും കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഈ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ ആൻസർ ചെയ്യണം കേട്ടോ. സോ ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ വരുന്നത്. താങ്ക് യു.